വെല്ലുവിളികൾക്കിടയിലും അറബ് ടൂറിസം മേഖല ഗുണകരമായ മാറ്റത്തിന് വിധേയമാകുന്നതായി അറബ് ടൂറിസം ഓർഗനൈസേഷൻ. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ടൂറിസം വിസകൾ അനുവദിക്കുന്നതിൽ സ്വീകരിച്ച ഉദാര നടപടികളും ഏകീകൃത GCC വിസ പ്രഖ്യാപനവും ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകർന്നു. മേഖലയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വമ്പൻ പദ്ധതികൾ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും ഓർഗനൈസേഷൻ പ്രസിഡന്റ് പറയുന്നു. അറബ് ലോകത്തെ ടൂറിസം ഗുണപരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയുടെ വികസനത്തിൽ സർക്കാരുകൾ കാണിക്കുന്ന വർദ്ധിച്ച താൽപ്പര്യം ഇത് പ്രതിഫലിപ്പിക്കുന്നു. മേഖല വിനോദത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല, വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള സുപ്രധാന സാമ്പത്തിക സ്തംഭമായി മാറിയിരിക്കുന്നുവെന്ന് അറബ് ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഡോക്ടർ ബന്ദർ അൽ ഫാഹിദ് പറഞ്ഞു. അറബ് ടൂറിസത്തിന്റെ വളർച്ചയും അത് നേരിടുന്ന വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ മേഖലയാണ് ടൂറിസം. എന്നാൽ അതിനെ മറികടക്കുന്നതിൽ അറബ് രാജ്യങ്ങൾ വിജയം കൈവരിച്ചു വരികയാണിപ്പോൾ. ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ടൂറിസ്റ്റ് വിസയുടെ പ്രശ്നമായിരുന്നു. എന്നാൽ ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുന്നതിൽ അറബ് രാജ്യങ്ങൾ ഉദാര നടപടികൾ സ്വീകരിച്ചതും ഏകീകൃത GCC വിസ പ്രഖ്യാപനവും മേഖലയ്ക്ക് ഉണർവ് പകർന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരക്ഷയും സ്ഥിരതയും ടൂറിസത്തെ ആകർഷിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. ടൂറിസം എന്നത് വെറുമൊരു മുഖമുദ്രയല്ലെന്നും ആശയവിനിമയം, സുരക്ഷാ സേവനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പദ്ധതി കൂടിയാണിതെന്നും ബന്ദർ പറഞ്ഞു. സേവനങ്ങളുടെ അഭാവം, ഉയർന്ന ചിലവുകൾ, സമഗ്രമായ ടൂറിസം പാക്കേജുകളുടെ അഭാവം എന്നിവയും മേഖല അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം.